ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാം, എങ്ങനെ നമുക്ക് അധികം ലോസ് കാര്യങ്ങൾ വരാതെ ക്യാപിറ്റൽ കൺസർവ് ചെയ്തുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ വലുതാക്കി കൊണ്ടുവരാം എന്നുള്ളൊരു കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ മോസ്റ്റ് ട്രേഡേഴ്സും ഈ പറയുന്നത് പോലെ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചെറിയൊരു എമൗണ്ട് ഇട്ടതുകൊണ്ട് വലിയ ക്യാപിറ്റൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഹൈലി റിവാർഡിങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ഇതിൽ നമ്മൾ വീഡിയോസൊക്കെ കാണുന്നുണ്ടാവും. ലംബോർഗിനി എടുക്കുന്ന ആൾക്കാർ, അതേപോലെ വലിയ വലിയ കാറുകൾ എടുക്കുന്നു, ലക്ഷറി ലൈഫ് കൊണ്ടുവന്നു, അങ്ങനെ പലതും നമ്മൾ വീഡിയോസിൽ കാണുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് വന്ന് ഫോറക്സ് മാർക്കറ്റ് എന്താണ് ഗെറ്റ് റിച്ച് ക്വിക്ക് എന്നുള്ളൊരു സംഭവമാണ്, പെട്ടെന്ന് തന്നെ പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്നു. ശരിയാണ്, ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഹൈലി റിവാർഡിങ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് തന്നെയാണ്. കാരണം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് പോലെ അത്രക്ക് മാനിപ്പുലേഷൻ കാര്യങ്ങൾ നടക്കുന്ന മാർക്കറ്റില്ല. ഹൈ ലിക്വിഡിറ്റി ഉള്ള ഹൈ വോളിയത്തിൽ ഓൾ അറൗണ്ട് ദ വേൾഡ് ട്രേഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഫോറക്സ് എന്നുള്ളത്. അതിൽ തന്നെ നമ്മൾ ഗോൾഡാണ് മെയിനായിട്ട് ചെയ്യാറുള്ളത്. എൻ്റെ ഫോളോവേഴ്സിനറിയാം, ഗോൾഡാണ് മെയിനായിട്ട് ചെയ്യാറുള്ളത്. ഗോൾഡിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഹൈ വോളിയമുള്ള അല്ലെങ്കിൽ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് പെയറാണ് ഗോൾഡ്. അപ്പോൾ നമുക്കിങ്ങനെയുള്ള ഒരു പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നമുക്ക് മുന്നിലുണ്ട്. അതായത് നല്ല വോളറ്റൈലിറ്റി ഉണ്ട് മാർക്കറ്റിൽ, ലോസ് വരാനുള്ള ചാൻസ് വളരെ ഹൈ ആണെന്നുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ ഒരു മാർക്കറ്റിൽ നമ്മൾ കിടക്കുന്നതിന് മുന്നേ. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 9:30 ടൈമിൽ ഓപ്പൺ ചെയ്യുന്നത് 3:30 ക്ലോസ് ചെയ്യും ഡെയിലി. പിന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്, ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ നമ്മൾ മാർക്കറ്റിൽ കാണും അല്ലേ. അതേപോലെ മാനിപ്പുലേഷൻ നല്ല രീതിയിൽ നടക്കുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ്. അപ്പോൾ ഇതൊന്നൊക്കെ വിട്ട് നമുക്കൊരു ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള നല്ലൊരു പ്രൈസ് ആക്ഷൻ, നല്ലൊരു പ്രൈസ് മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് ഫോറക്സ്. അപ്പോൾ ഇതിൽ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ എങ്ങനെ ക്യാപിറ്റൽ ഗ്രോ ചെയ്യാന്നുള്ളൊരു കാര്യം പറയും. പലരും ഇതൊക്കെ വെച്ച് മൈൻഡിൽ വെച്ച് ഫോറക്സിലേക്ക് ഇറങ്ങുന്നു. ഫോറക്സിൽ ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ ഒരു $50 അല്ലെങ്കിൽ ഒരു $100 ഇട്ടുകൊണ്ട് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം അതൊരു 1000ഉം 2000ഉം അതിന് മേലൊക്കെ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. ഫസ്റ്റ് ടൈമല്ല സെക്കൻഡ് ടൈമൊക്കെ ചിലപ്പം പ്രോഫിറ്റ് ആവും. അപ്പോൾ അതിൽ കുറച്ചുകൂടി ഇതായിട്ട് ക്യാപിറ്റൽ വീണ്ടും റൈസ് ചെയ്യുന്നു. അങ്ങനെ കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ആവുന്നു. അഗെയിൻ $100 ഇടുന്നു, അത് വൈപ്പ് ഔട്ട് ആവുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇത് വൈപ്പ് ഔട്ടായി പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഗാംബ്ലിങ്ങിലേക്ക് കിടക്കുന്നു. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നു. അങ്ങനെ ടൈമിൽ ചില ആൾക്കാർക്ക് ചില ടൈമിൽ ചില ട്രേഡ്സൊക്കെ ബൈ ലെക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷേ ഒരു 99% ഓഫ് ടൈം ആൾക്കാർക്കും ലോസിൽ ചെന്ന് അവസാനിക്കുന്ന ക്യാപിറ്റൽ ലോസിലേക്ക് വരുന്നു. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്ത് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓൾറെഡി നമുക്കൊരു സിസ്റ്റം മാർക്കറ്റിൽ, ഒരു എഡ്ജ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കണം. അത് ട്രേഡിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഒരു പെയർ അല്ലെങ്കിൽ 2 പെയർ മാക്സിമം എടുത്ത് മാത്രം ട്രേഡ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പെയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, ഇതിൻ്റെ മൂവ്മെൻറ്റ് കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേരിൻ്റെ മൂവ് ക്യാച്ച് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഈസി ആയി തുടങ്ങും. മാർക്കറ്റിൽ നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു, അതിൻ്റെ ചാർട്ടിൽ നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു, അത്രയും നോളജ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് നോക്കുന്ന ടൈമിൽ തന്നെ ഓക്കെ, ഇത് പ്രൈസ് ഇങ്ങോട്ട് മൂവ് ആനുള്ള ചാൻസ് ഉണ്ട്, ഇതിങ്ങനെയാണല്ലോ ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ ഗോൾഡ് മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഗോൾഡിൻ്റെ മൂവ് ഓൾമോസ്റ്റ് പ്രഡിക്റ്റബിൾ ആണ്. ഒരു 60 അല്ലെങ്കിൽ 70% ടൈമെങ്കിലും 100% ഒന്നും ഒരിക്കലും കറക്റ്റ് ആവില്ല. അത് വിചാരിച്ച് നിങ്ങൾ ആരും നിൽക്കുകയും വേണ്ട. ഒരു 70-80% ടൈമൊക്കെ പ്രൈസ് മൂവ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്തല്ലെങ്കിൽ നമുക്ക് ആ ഒരു എഡ്ജ് മാർക്കറ്റിൽ കൊണ്ടുവന്ന് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പം മിനിമം നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വരും ശ്രദ്ധിക്കേണ്ട കാര്യം, മിനിമം നിങ്ങളൊരു $1000 ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൊണ്ടുവരും. നിങ്ങൾ സീരിയസ് ആയിട്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു $1000 കൊണ്ടുവരിക. നിങ്ങളുടെ മൈൻഡിലുള്ള ഈ $1000 10,000 ആക്കാം, ലക്ഷങ്ങളാക്കാം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഒഴിവാക്കി കൺസിസ്റ്റൻ്റായിട്ട് ഇതിൽ നിന്നൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് ക്യാപിറ്റൽ വലുതാക്കാം, ഉള്ള ക്യാപിറ്റൽ സേവ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ $1000 മാർക്കറ്റിൽ കൊണ്ടു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യമാണ്. ഒരു 0.05 അല്ലെങ്കിൽ 0.01 ലോട്ട് എടുക്കുക. ഗോൾഡിൻ്റെ കേസ് ഞാൻ പറയുന്നത്, അത് ഒരു ഡേ ആ ഒരു ലോട്ട് എടുത്തുകൊണ്ട് ഒരു ബിഗിനർ ആണെങ്കിൽ ഒരു $10 അല്ലെങ്കിൽ $20 മാക്സിമം എന്നുള്ള രീതിയിൽ മാത്രം പ്രോഫിറ്റ് എടുക്കുക, ബുക്ക് ചെയ്യുക, സിസ്റ്റം ക്ലോസ് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക. ഓക്കെ, മിനിമം $10-20 മാക്സിമം. അതിൽ കൂടുതൽ നിങ്ങൾ നോക്കുകയേ വേണ്ട. എങ്ങനെയായാലും എത്ര പിപ്പുണ്ടോ എന്നാലും മാർക്കറ്റിൽ ഇപ്പം വലിയ മൂവ് വരുന്നു അല്ലെങ്കിൽ എന്തായാലും കിട്ടുന്ന മൂവ് കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ജസ്റ്റ് $10 $20 പിപ്സ് എന്ന് പറയുന്നത് $20 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക,
സിസ്റ്റം ക്ലോസ് ചെയ്യുക, പോവുക. ഇത് ഡെയിലി കണ്ടിന്യൂ ചെയ്യാം. അതായത് ഒരു ഡേ ചിലപ്പോൾ നമുക്ക് വലിയ പിപ്പ് മൂവ് ഒക്കെ ഉണ്ട്. നമുക്ക് ഈ $10 അല്ലെങ്കിൽ $20 ഉണ്ടാവാൻ ഇപ്പോൾ 0.1 ക്വാണ്ടിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് $10 പ്രോഫിറ്റിന് വെറും 10 പിപ്പ് മൂവ് മാത്രമേ വേണ്ടുള്ളൂ. 10 പിപ്പ് മൂവ് എന്ന് പറയുന്നത് ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടുള്ള മൂവാണ്. അപ്പോൾ ട്രേഡ് എടുക്കുന്ന ടൈമിൽ ഏത് ടൈമിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളത് കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഏതെങ്കിലും ഒരു മാർക്കറ്റ് സെഷൻ ഓപ്പണിംഗ് ടൈമിൽ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. മെയിൻലി ന്യൂയോർക്ക് സെഷൻ അല്ലെങ്കിൽ ഈ US മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ, അത് സെഷൻസിൻ്റെ ഇതിൽ അങ്ങനെ കൂട്ടുന്നതല്ല. ന്യൂയോർക്ക് സെഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ടൈം ഓൾമോസ്റ്റ് 7 o'clock ആണെന്ന് തോന്നുന്നു. ഓപ്പൺ 7-8 ഓപ്പണിംഗ് ടൈം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓൺലൈനിൽ നോക്കിയാൽ മനസ്സിലാവും ന്യൂയോർക്ക് സെഷൻ ഓപ്പണിംഗ് ടൈം എപ്പോഴാണെന്നുള്ളത്. പിന്നെ അതിന് ശേഷം ഖത്തർ ടൈമിങ് വരുമ്പോൾ 3:30, 3:30, 4 ഇതിൽ നിന്ന് ഇങ്ങനെ വേരി ചെയ്തിരിക്കും. പിന്നെ അതല്ലാതെ US മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക ഇവിടുത്തെ ടൈം 5 ആണ്. അപ്പോൾ അവിടെ വരുമ്പോൾ 7:30, ലണ്ടൻ സെഷൻ എന്ന് പറയുമ്പോൾ 6 ആയിരിക്കും കേട്ടോ. നാട്ടിലത്തെ ടൈം എന്ന് പറയുമ്പോൾ 7 അല്ല. US ഓപ്പണിംഗ് ടൈം എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഒരു 7:30 അല്ലെങ്കിൽ 8 അടുക്കുക ആ ഒരു ടൈം ഫ്രെയിമിലാണ് വരിക. നിങ്ങൾ കറക്റ്റ് റെഫർ ചെയ്യുക. ഫോറക്സ് ട്രേഡിംഗ് അവേഴ്സ് അല്ലെങ്കിൽ ഗോൾഡൻ അവേഴ്സ് എന്ന് പറഞ്ഞ ആപ്പൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ ഞാൻ ലിങ്ക് ഇട്ടുതരാം. പിന്നെ അതിൽ റെഫർ ചെയ്തിട്ട് ആ ഒരു സെഷൻ ടൈമിൽ മാത്രം ട്രേഡ് എടുക്കാൻ നോക്കുക. കാരണം ഹൈ വോളിയം വരുന്ന ടൈം ഈ ന്യൂയോർക്ക് ഓപ്പണിംഗ് പിന്നെ US മാർക്കറ്റ് ഓപ്പണിംഗ് ഈ ഒരു ടൈമിലൊക്കെയാണ് ഹൈ വോളിയം ഗോൾഡിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കൊരു 10 പിപ്സ് അല്ലെങ്കിൽ 20 പിപ്സ് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ ട്രേഡ് ചെയ്യുക. ബാക്കിയുള്ള ടൈമിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ മാർക്കറ്റിലിരിക്കണം. കാരണം നമുക്ക് ഫോറക്സ് മാർക്കറ്റ് ട്രേഡിങ്ങിനെ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ പൈസ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ളതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞൊരു ഇത് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഫുൾ ടൈം 24/7 ട്രേഡിംഗ് സിസ്റ്റത്തിന് മുന്നിലിരുന്ന് ടെൻഷൻ അടിക്കുക എന്ന് പറയുന്നത് അതിലും ബെറ്റർ ജോബിന് പോകുന്നതല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം ഫ്രെയിം ബാക്കിയുള്ള ടൈമിൽ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഏതെങ്കിലും ഒരു സെഷൻ ഓപ്പണിംഗ് ടൈമിലേക്ക് വരിക. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ സെഷനാണ്. നിങ്ങൾക്ക് ബാക്കിയുള്ള ഏത് സെഷനിലാണ് നിങ്ങൾക്ക് ആ മൂവ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുള്ളത് അല്ലെങ്കിൽ ഏത് സെഷനാണ് നിങ്ങൾ കൂടുതൽ കംഫർട്ടബിൾ എന്നുള്ളത് നോക്കിയിട്ട് ആ ടൈമിലേക്ക് വരിക. അതിനുശേഷം ഈ 10-20 പിപ്സ് മൂവ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് $10-20 പ്രോഫിറ്റ് വരും. 0.1 ലോട്ട് എടുക്കുകയാണെങ്കിൽ. ഓക്കെ, അത് ബുക്ക് ചെയ്യുക, സിസ്റ്റം ക്ലോസ് ചെയ്യുക, സെയിം നിങ്ങളുടെ നോർമൽ ലൈഫായിട്ട് പോവുക. ഈ പ്രോസസ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൽ SL വെച്ചിട്ടോ കാര്യങ്ങൾ വെച്ചിട്ടോ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമുണ്ടാകും. ട്രെൻഡിങ് മാർക്കറ്റ് ആകുന്ന ടൈമിൽ ആവശ്യമുണ്ടാകും. പക്ഷേ മോസ്റ്റ് കേസിലും വലിയൊരു SL വെക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് അതിൽ വരില്ല. ചെറിയ പിപ്പ് മൂവ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് എങ്ങനെയായാലും ഗോൾഡിൻ്റെതായതുകൊണ്ട് തന്നെ ഹൈലി ട്രെൻഡിങ് അല്ലാത്ത ടൈമിൽ നമുക്കൊരു 90% ടൈമിലും മാർക്കറ്റ് നമ്മൾ എൻട്രി പ്രൈസിൻ്റെ ആ റേഞ്ചിൽ നിന്ന് വീണ്ടും തിരിച്ചു വരാനും പിന്നെയും മേലെ പോകാനൊക്കെ ചാൻസുകൾ ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് എടുക്കാനുള്ള ഇതും കിട്ടും. അതുകൊണ്ട് തന്നെ SL കീപ്പ് ചെയ്യാൻ നിൽക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഞാനത് ഒരു ഇതായിട്ട് പറയുകയാണ്. നിങ്ങൾക്ക് SL വെച്ച് ട്രേഡ് ചെയ്യുന്ന സിസ്റ്റമാണ് നിങ്ങളതെങ്കിൽ അത് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാത്ത പക്ഷം ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ട്രേഡിൽ കുറച്ചൊരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ആ ഒരു പ്രൈസിൻ്റെ മൂവ് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ SL സിസ്റ്റത്തിൽ വെക്കേണ്ട ആവശ്യം വരില്ല. നിങ്ങളുടെ മൈൻഡിൽ SL വെച്ചുകൊണ്ട് പിന്നെ ആ ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ വരുമ്പോൾ ക്ലോസ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന് $20 ഡെയിലി എടുത്താൽ തന്നെ നിങ്ങളൊരു മിനിമം ഒരു 20 days എങ്കിലും നമുക്ക് മന്ത്ലി കിട്ടും. ആ $20 വെച്ച് നോക്കുമ്പോൾ അതിൽ പിന്നെ എന്താ പറയുക $20 വെച്ച് $400 പ്രോഫിറ്റോളം നമുക്ക് മന്ത്ലി എടുക്കാൻ പറ്റും. $1,000 ഉണ്ടെങ്കിൽ ഈ ഒരു ചെറിയൊരു ഇത് വെച്ച് പോവുകയാണെങ്കിൽ. ഈവൻ $10 പെർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എത്രയായി $200 പ്രോഫിറ്റായി. $200 പ്രോഫിറ്റ് എന്ന് പറയുന്നത് ചെറിയ പ്രോഫിറ്റ് അല്ല. അത് നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 20% ആണ്. മന്ത്ലി ക്യാപിറ്റലിൻ്റെ 20% എന്ന് പറയുമ്പോൾ അത് എന്താ ചെറിയ എമൗണ്ട് ആണോ? ഒരിക്കലും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാപിറ്റലായി. പിന്നെ അതിന് ശേഷം നിങ്ങൾ ഈ സെയിം ഇത് കണ്ടിന്യൂ ചെയ്ത് പോയി നിങ്ങളുടെ ക്യാപിറ്റൽ മെല്ലെ മെല്ലെ ഗ്രോ ചെയ്യുന്നത് കാണാം. ഇതിൽ എല്ലാ ദിവസവും നിങ്ങൾ പ്രോഫിറ്റബിൾ ആവണമെന്നില്ല. പക്ഷേ 90-95% ടൈമിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിലിറ്റിയിൽ എൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിസ്റ്റംസ് കാര്യങ്ങളെന്നല്ല ഞാൻ ട്രേഡ് ചെയ്ത് വരുന്ന ആ ഒരു ഫോർമാറ്റ് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ വഴി അപ്ലോഡ് ചെയ്യാം. അതിന് മുന്നേ നിങ്ങൾ എന്താ പറയുന്നത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഹെഡ്ജ് മാർക്കറ്റിൽ ഉണ്ടാക്കുക.
10 pip അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു $5 എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 20 days $5 നിങ്ങൾക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. SL വെക്കാതെ തന്നെ ട്രേഡ് എടുത്ത് $5 ഈസി ആയിട്ട് $1000 അക്കൗണ്ടിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ $5 അച്ചീവ് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് മന്ത്ലി നോക്കുമ്പോൾ $100 ആയി. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ട്രേഡിനെ കാണുക, മെല്ലെ മെല്ലെ ക്യാപിറ്റൽ ഗ്രോ ചെയ്ത് കൊണ്ടുവരിക. മന്ത്ലി $100 $200 ആകുമ്പം അത് ഇയർലി എന്ന് പറയുമ്പോൾ വലിയ എമൗണ്ടിലേക്ക് മാറും. അങ്ങനെ നിങ്ങളുടെ ക്യാപിറ്റൽ വലുതായി കൊണ്ടുവരും. അങ്ങനെ ക്യാപിറ്റൽ വലുതാവുന്നതിനനുസരിച്ച് നിങ്ങളുടെ പ്രോഫിറ്റിൻ്റെ ലോട്ട് സൈസ് നിങ്ങൾക്ക് മെല്ലെ മെല്ലെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്ന് ഡെയിലി എടുക്കുന്ന പ്രോഫിറ്റും കുറച്ച് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവരുന്ന ടൈമിൽ കോമ്പൗണ്ട് ചെയ്ത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല രീതിയിലുള്ള ക്യാപിറ്റലിലേക്ക് എത്തുകയും ചെയ്യും. ഡെയിലി നല്ല പ്രോഫിറ്റിലേക്ക് പോകാനുള്ള ചാൻസസ് നല്ല ഹൈലി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സിസ്റ്റം നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് കൊണ്ടുവരിക. കൺസിസ്റ്റൻ്റായിട്ട് ആ ഒരു എമൗണ്ട് മാത്രം എടുക്കുക. ബാക്കി എന്ത് മൂവ് തന്നെ മാർക്കറ്റിലുണ്ടായാലും അതിനൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ മാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾക്കൊരു 1-2 months ഇതുപോലെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹാബിറ്റിൻ്റെ ഭാഗമായി മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ സംഭവം എക്സിക്യൂട്ട് ചെയ്യാനും കൊണ്ടുവരാനുള്ള വളരെ ഈസി ആയിരിക്കും. ഓക്കെ, സോ ഇതൊന്ന് ഫോളോ ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാം. ബാക്കി കുറച്ച് സെറ്റപ്പ് കാര്യങ്ങൾ ഹൈലി 100% ഗ്യാരണ്ടീഡ് അല്ലെങ്കിലും ഒരു ഹൈലി റിവാർഡിങ് ആയിട്ടുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം വീണ്ടും വീഡിയോസിലേക്ക്. അങ്ങനെയുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഡിസ്കോഡ് ചാനലുണ്ട്, ഫ്രീ ആക്സസ് ആണ്. ചാനൽ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ജോയിൻ ചെയ്യുക. അതിലും ട്രേഡ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, ജോയിൻ ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്, സീ യു നെക്സ്റ്റ് വീഡിയോ.